ഇനി അടുത്തതായി മാജിക് അവൻ്റെ സെക്കൻഡ് റെസിപ്പി ഓഫ് ദ വീക്ക്. ഈ ആഴ്ചത്തെ സെക്കൻഡ് റെസിപ്പി ഒരു വെജിറ്റേറിയൻ വിഭവമാണ്. അപ്പോൾ നമ്മുടെ മത്സ്യം കൊണ്ടുള്ള വിഭവം കഴിഞ്ഞു. ഇനി നമ്മൾ വെജിറ്റേറിയൻസിന് വേണ്ടി ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ളൊരു വിഭവം. ഇതൊരു ടൊമാറ്റോ ചാറ് കറിയാണ്. ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയൊരു കാര്യം. അപ്പോൾ നമ്മളുടെ ടൊമാറ്റോ ചാറ് കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കുക. ഇതിനുവേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ടൊമാറ്റോ 4 ഇടത്തരം അല്ലെങ്കിൽ 6 ചെറുതായി അരിഞ്ഞത്, സവാള 2 ഇടത്തരം ചെറുതായി അരിഞ്ഞത്, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, മുളക് പൊടി 1 ടീസ്പൂൺ, വെള്ളം 7 കപ്പ്. ഇനി താളിക്കാൻ വേണ്ട ചേരുവകൾ: എണ്ണ 1.5 ടേബിൾ സ്പൂൺ, കടുക് 1 ടീസ്പൂൺ, വറ്റൽമുളക് 4-5, വെളുത്തുള്ളി ചതച്ചത് 1.5 ടേബിൾ സ്പൂൺ, കുരുമുളക് പൊടി 1.5 ടേബിൾ സ്പൂൺ, ജീരകപ്പൊടി 1/4 ടീസ്പൂൺ, കായപ്പൊടി 1/4 ടീസ്പൂൺ, കറിവേപ്പില ആവശ്യത്തിന്, ഉപ്പ് പാകത്തിന്. ഇനി നമ്മളുടെ ടൊമാറ്റോ ചാറ് കറി തയ്യാറാക്കാം. അപ്പോൾ കാര്യങ്ങളെല്ലാം ഇവിടെ റെഡിയാണ്. ഇനി അടുപ്പ് കത്തിച്ചിട്ട് ഒരു ചുവട് കട്ടിയുള്ള പാത്രം, അതിലേക്ക് ആദ്യം നമ്മുടെ ടൊമാറ്റോ ആണ് ഇതിലെ പ്രധാനപ്പെട്ട ചേരുവ. ഒരു ബൗൾ നിറച്ച് ഉണ്ടാവണം. അരിഞ്ഞു വരുമ്പോൾ ഏകദേശം ഒരു 3 കപ്പോളം അരിഞ്ഞു കഴിഞ്ഞാൽ അതാണ് നമുക്ക് വേണ്ടത്. ഇത്രയും ടൊമാറ്റോ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞതും, ഇനി 2 സവാള അതേപോലെ തന്നെ കഷ്ണങ്ങളാക്കിയത്. ഇങ്ങനെ 2 രീതി, രണ്ടും ഒരുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചത്. അതിനോടൊപ്പം നമ്മളൊരു 7 കപ്പ് വെള്ളം, അതിൻ്റെ കൂടെ പിന്നെന്താ വേണ്ടത്, ഒരല്പം മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂണും ഒരല്പം കൂടിയാകാം മഞ്ഞൾപ്പൊടി. പിന്നെന്താ വേണ്ടത്, 1 ടീസ്പൂൺ മുളക് പൊടി. ഇത്രയും കാര്യം. ഇച്ചിരി നേരം കഴിഞ്ഞിട്ട് അല്പം ഉപ്പ് കൂടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇത്രയും കാര്യങ്ങൾ ഒന്നിച്ചാക്കി നന്നായിട്ടൊന്ന് തിളപ്പിക്കാം. തിളപ്പിച്ചാൽ മാത്രം പോരാ, ഇത് നന്നായിട്ട് വേകണം. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി പാത്രം അടച്ച് നന്നായിട്ടൊന്ന് വേവിക്കാം. അപ്പോൾ ഇതൊന്ന് വെന്ത് വരട്ടെ, അതുവരെ വെയിറ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യം. അപ്പോൾ നമ്മുടെ ടൊമാറ്റോ ചാറ് കറിക്ക് വേണ്ട ടൊമാറ്റോയും സവാളയും എല്ലാം കൂടി ചേർന്ന് ഇങ്ങനെ വെന്തിങ്ങനെ തിളച്ചുകൊണ്ടേയിരിക്കുകയാണ്. കുറച്ച് ചാറ് കറിയാണല്ലോ, അപ്പോൾ ചാറോടുകൂടി ഇങ്ങനെ ഇരിക്കുവാണ്. അപ്പോൾ ഇത് ശരിക്കും നല്ല ഇപ്പം നാടൻ ടൊമാറ്റോ ഒക്കെ ആണെങ്കിൽ ഇങ്ങനെ അടുപ്പിൽ വെച്ച് നമുക്ക് പെട്ടെന്ന് വേവിച്ചെടുക്കാം. പക്ഷേ ഇപ്പോഴത്തെ പുതിയ ടൈപ്പ് ടൊമാറ്റോസൊക്കെ ആണെങ്കിൽ കൂടുതൽ സമയം എടുക്കുന്നുണ്ട് വേഗം. അത് കാരണം കുക്കറിൽ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്നാകും. അപ്പോൾ ഇനി ഇതെന്താ ചെയ്യേണ്ടത്, ഇനി നമുക്കിതൊന്ന് താളിക്കണം. താളിച്ചൊഴിച്ച് കഴിയുമ്പോൾ ഇത് ശരിക്കും ഒരു ടൊമാറ്റോ ചാറ് കറിയായി മാറുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത ആ താളിക്കൽ തന്നെയാണ്. ഇനി ഇതേ അടുപ്പിലേക്ക് വേറൊരു പാത്രം, ഒരു ഫ്രൈങ് പാൻ വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ, താളിക്ക് 1.5 ടേബിൾ സ്പൂൺ എണ്ണ. അപ്പോൾ ഇത് ചോറിലൊഴിച്ച് കഴിക്കാൻ പറ്റിയൊരു കറിയായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഏതാണ്ടൊരു ചെറിയ രസം പോലെയെന്ന് വേണമെങ്കിൽ പറയാം. എണ്ണ ചൂടായി തുടങ്ങി. 1 ടീസ്പൂൺ കടുക്, അതിലേക്ക് നമ്മൾ വെളുത്തുള്ളി ചതച്ചത്, ഇത് 1.5 ടേബിൾ സ്പൂണോളം വരും. ഒരു ചെറിയ ഉണ്ട വെളുത്തുള്ളി ആണെങ്കിൽ ഒരു ചെറുത് നാടൻ, അതല്ലെങ്കിൽ ഒരു 6-7 അല്ലി വെളുത്തുള്ളി അതിൻ്റെ തോടോടുകൂടി തന്നെ ചതയ്ക്കണം. പിന്നെ ആവശ്യത്തിന് കറിവേപ്പിലയാകാം, തീരൽപ്പം കുറച്ച് കൊടുക്കാം. വെളുത്തുള്ളിയൊക്കെ മൂത്തൊരു മണം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക്, ഒന്നല്ല ശരിക്കും പറഞ്ഞാൽ നമുക്ക് 1.5 ടീസ്പൂൺ വരെ ആകാം. നല്ലൊരു എരിവ് കിട്ടട്ടെ. പിന്നെന്താ, വറ്റൽമുളക് ഞാൻ രണ്ടാമതാണ് ചേർക്കുന്നത്. ആദ്യത്തെ സ്റ്റേജിൽ ചേർത്തിട്ടില്ല, അതിൻ്റെ ആവശ്യമില്ല, ഇങ്ങനെ മതി. ഇനി ഒരു 1/2 ടീസ്പൂൺ ജീരകം പൊടിച്ചത്, നല്ല ജീരകമാണ്, നല്ല ജീരകം പൊടിച്ചത് ഒരു 1/2 ടീസ്പൂൺ. പിന്നെ ഒരല്പം കായപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി. എല്ലാം പാകത്തിന് മൂത്ത് കഴിഞ്ഞു. ഇനി നമ്മളെന്താ ചെയ്യുക, ചാറ് കറി വീണ്ടും അതേ അടുപ്പിലേക്ക് വെക്കുന്നു. ഇതിൻ്റെ മുകളിലായിട്ട് ഒന്നര ടീസ്പൂൺ കുരുമുളകൊക്കെ ഉണ്ട് നമ്മൾ ഈ താളിച്ചെടുത്തതിൽ. അപ്പോൾ അതിൻ്റെ ഒരു മണവും രുചിയെല്ലാം നമ്മളുടെ കറിയിലേക്ക് ഇറങ്ങണം.
ഒന്നും കളയാനില്ല, എല്ലാം നമ്മളിതിലേക്ക് ചേർത്തു. കായപ്പൊടിയുണ്ട് 1/4 ടീസ്പൂൺ. പിന്നെ ഉപ്പ് നോക്കിയിട്ട്, ഞാൻ ഇച്ചിരി ഉപ്പ് മാത്രമേ ഇടയ്ക്ക് ചേർത്തുള്ളൂ, ഇനി കുറച്ച് ഉപ്പും കൂടി ചേർക്കാം. ഇതിനോടൊപ്പം ഒരല്പം പഞ്ചസാരയും കൂടി ചേർക്കുന്നതും നല്ലതാണ്. ആ ഒരു ടൊമാറ്റോയുടെ ഒരു പുളിയുടെ ഒന്ന് കാര്യം ബാലൻസ് ചെയ്യാൻ. ഒരു 1/2 മുതൽ 1 ടീസ്പൂൺ പഞ്ചസാര വരെ ആകാം. അത് അവസാനം ചേർത്താൽ, ഞാൻ ചേരുവകളുടെ കൂട്ടത്തിൽ അത് പറഞ്ഞിട്ടില്ല, പക്ഷേ അതും കൂടി ചേർത്താൽ നല്ലതായിരിക്കും. അപ്പോൾ ഞാനിത് ചേരുവകളുടെ കൂട്ടത്തിൽ പറയാത്ത കാര്യമാണ് ഈ പഞ്ചസാര, ഞാൻ പക്ഷേ ഇപ്പോൾ ചേർക്കുന്നു. ഒരു 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ 1 ടീസ്പൂൺ വരെ ആകാം. ഒരു ആഡഡ് ടേസ്റ്റ്, കുറച്ചുകൂടെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് പറ്റും. 1/2 ടീസ്പൂൺ ചേർത്താലും മതിയാകും. അപ്പോൾ ഇതിൽ നല്ല എരിവൊക്കെ ഉണ്ടാവും, ഒരു പുളി ഉണ്ടാകും. ആ പുളിയെ ഒന്ന് ക്രമീകരിക്കുക, അത്രേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ ചാറ് കറി ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഒരു തളയും കൂടി വന്നോട്ടെ. തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്യാം, വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ വളരെ നാടൻ രീതിയിലുള്ള എളുപ്പത്തിലുള്ളൊരു കറി നമ്മൾ തയ്യാറാക്കി കഴിഞ്ഞു. ടൊമാറ്റോ ചാറ് കറി. ഇത് നമ്മൾക്ക് വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് ചെയ്യാൻ പറ്റിയൊരു ഒഴിച്ചുകറിയായിരിക്കും. തീർച്ചയായിട്ടും പരീക്ഷിക്കുക. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും പുതിയ വിഭവങ്ങളുമായി മാജിക് അവനിലൂടെ കാണാം.